നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. ഒരാടെ കെയർ ഓഫിൽ വന്നവനല്ല ഷൈൻ ടോം ചാക്കോ അല്ലേ? പക്ഷെ ആരോടും പറയരുത്. ആരോടും പറയില്ല. ആരുടെ ഒരു കൈത്താങ്ങില്ലാതെ ആർക്കും വരാൻ പറ്റില്ല. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇതൊന്നും ഇപ്പൊ തന്നെ അവരോട് പറഞ്ഞു നിന്നെ ശരിയാക്കി തരാടാ തെണ്ടി. സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പാളുടെ റൂമിൽ എത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മൊത്തം മാറിയാ മാറി. അതുപോലെ എല്ലാ പ്ലേ ഗ്രൗണ്ടിൽ വരുമ്പോൾ ഒരു പൊടിക്ക് കിറുക്കണ്ടോന്ന് കൂടി സംശയമുണ്ട്. നിന്റെ അപ്പൻ വിശ്വസിച്ചു. ആക്ഷൻ പറയുമ്പം ക്യാരക്ടറായിട്ട് നിൽക്കുന്നു, അല്ലാത്തപ്പം ഈ പറയുന്ന കുട്ടികളെ പോലെ നിൽക്കുന്നു. ആ ഒരു മാറ്റം വരുന്നത് എങ്ങനെയാ? പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. ഇയാളെന്ന് റേഡിയോ ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല, പറയുന്നല്ല ഇങ്ങോട്ട് കേട്ടോളാം. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യരുത്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കണം. ഷൈൻ ടോം ചാക്കോയ്ക്ക് ഏറ്റവും പേടി പിതാവിനെയാണ്. ശരിയാണോ? നിന്നെ കൂടി ഇതിന് പറ്റത്തില്ല എന്നൊക്കെ ഉള്ളൊരു സന്ദർഭം വന്നിട്ടുണ്ടോ ജീവിതത്തിൽ? ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ? അശ്വന്ത് ഗോക്ക് പോലുള്ള ആളുകളൊക്കെ ഈ സിനിമയെ തകർക്കാൻ വേണ്ടി നോക്കുവാണ്. ഇങ്ങോട്ട് ഇറങ്ങിയല്ലേ ഇപ്പൊ ഞാൻ തല്ലുന്നില്ല. ചന്ദ്രൻ വെള്ള കളറിൽ വെളിച്ചം തരുന്നു വിചാരിച്ചിട്ട് കാര്യമില്ല. ഇല്ലല്ലോ, അതല്ലല്ലോ സംഭവിക്കുന്നത്. ഇവൻ ഇവിടെ നിന്ന് ജനിക്കേണ്ടവനേ അല്ല, പിന്നെ ജനിക്കേണ്ടവനേ അല്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ളത്, ഏത് സുഹൃത്തിനോട് പറയണം? ആരംഭിച്ചു ഇനി പറഞ്ഞിട്ട കാര്യം നമുക്ക് വേറെല്ലാം പറയാം. ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും എങ്ങനെ സാധിക്കും ഒരു മനുഷ്യൻ എന്ന നിലയിൽ? മനുഷ്യൻ മാത്രമല്ലേ പറ്റുള്ളൂ. ഇപ്പൊ പട്ടിക്കുട്ടി വന്നിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ? തന്റെ കാര്യം ഞാൻ ഏറ്റു. ഏറ്റു സംശയിക്കുന്നത് ഞാൻ ഏറ്റു. പൊതുവാൾജി ഏറ്റിട്ടാ. അവന്മാർക്ക് MRC ആരാന്ന് അറിയാൻ പാടില്ല. അതെന്തിനാ? എനിക്ക് അവൾ ആവശ്യമുണ്ട്. അതെന്തിനാ? കല്യാണം കഴിക്കാൻ. അതെന്തിനാ? അതെന്താ? പ്രായപൂർത്തി അവിടെ പറഞ്ഞുതരാം.